അപ്പോൾ ഇന്ന് പതിവ് പോലെ 5 മണിയായപ്പോൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ ഇന്ന് എണീക്കാൻ എനിക്ക് നല്ല മടിയായിരുന്നു, അതുകൊണ്ടാണ് 5 മണി ആയത്. അപ്പോൾ ഞാൻ വന്നിട്ട് ചായ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹസ്ബൻഡിനുള്ള ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കിയിട്ടുണ്ട്. ഈ ലഞ്ച് തലേന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. മിക്സഡ് ഫ്രൈഡ് റൈസ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഈ ഒരു ഇംഗ്ലീഷ് മഫിനകത്ത് സോസേജും എഗ്ഗും ചീസൊക്കെ വെച്ചിട്ടുള്ളൊരു സാൻഡ്വിച്ചും കൂടെ ഉണ്ടാക്കി കൊടുത്തു വിട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പള്ളിയിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പള്ളിയിലേക്ക് പോയായിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. ലൈക്ക് എനിക്ക് കോളേജൊക്കെ തുറന്നപ്പോഴത്തേക്ക് കോളേജിൽ ലോഡ് പണിയുണ്ട്. അപ്പോൾ ആ പണിയൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞങ്ങളുടെ ലഞ്ച് ടൈമായി ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ ലഞ്ചിന് ഈ ഒരു ബർഗറാണ് ഞാൻ കഴിച്ചത്. അത്യാവശ്യം വലിയ ബർഗറായിരുന്നു. അപ്പോൾ അത് കഴിച്ചെങ്കിൽ മദ്യമായിട്ടിരിക്കുന്ന വീഡിയോ എനിക്ക് കാണുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് വൈകുന്നേരം ആയപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. ഈ കാണുന്നത് വൈകുന്നേരം ഒരു 7 മണിയാണ് കേട്ടോ. അപ്പോൾ ഈ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ പുറത്തൊക്കെ പോയതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് വന്നു കേട്ടോ. ആ സമയമായപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഒരു 7:30 ഒക്കെ ആകുമ്പോഴാണ് എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ, ഷബുവിൻ്റെ വീട്ടിലേക്ക്. ഷബുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഹസ്ബൻഡ് ലേറ്റായിട്ടാണ് വന്നത്. പുള്ളിക്കാരൻ ലേശം ടയേർഡ് ആയതുകൊണ്ട് അവൾക്ക് അവളുടെ കേക്ക് കൊണ്ടേ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്നാണ് പോയിട്ട് അവൾക്ക് കേക്കും ഗിഫ്റ്റൊക്കെ ആയിട്ട് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൾ എനിക്ക് ഓറഞ്ച് ജ്യൂസ് തന്ന് അതൊക്കെ കുടിച്ച്. ഇവള് ഞങ്ങളുടെ ഒരു ജ്യൂസ് സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ. അതിനുശേഷം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു കൂടെയുള്ള ഒരാൾ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മിൽക്ക് ഷേക്കും കുടിച്ച് ഇന്നത്തെ ഡേ വൈൻഡപ്പ്